ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. രാജ്യരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പാർട്ടുകൾക്ക് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഗവൺമെൻറ് ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന അപ്ഡേറ്റ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മേജർ ഡിഫൻസ് എക്സ്പോർട്ടിംഗ് സ്റ്റോക്കുകളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇന്ത്യ പലതരം ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റുകളിൽ ഉപയോഗിക്കുന്ന പല പാർട്ടുകളും ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പാർട്ടുകൾക്ക് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി 2029 വരെ ഒഴിവാക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷമായും ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പാർട്ടുകൾക്ക് മുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഈടാക്കിയിരുന്നില്ല. ഇത് 2024 ജൂലൈ 1 അവസാനിക്കുകയായിരുന്നു. ഇതിനെയാണ്, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള എക്സംഷനെയാണ് ഗവൺമെൻറ് 2029 വരെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. 3500 കിലോയിലധികമുള്ള റോൾ എക്യുപ്മെൻറ്റുകൾ, ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെൻറ്റ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, ഹെലികോപ്റ്റർ സ്പെയർ എന്നിവയ്ക്കാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നത് വഴി ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്നിവയ്ക്ക് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഗവൺമെൻറ് ഒഴിവാക്കിയിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഡിഫൻസ് സെക്ടറിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കൂടാതെ മൂന്നാം മോദി സർക്കാരും NDA ഗവൺമെൻറ്റും ഡിഫൻസ് സെക്ടറിനെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസ് ബഡ്ജറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതും ഡിഫൻസ് സെക്ടറിനുള്ള ഫണ്ടിംഗ് ഉയർത്തുന്നതും ഡിഫൻസ് സെക്ടറിലെ ക്യാഷ് ഫ്ലോയെ അനുകൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഡിഫൻസ് സെക്ടറിൽ പ്രത്യേകിച്ചും ഡിഫൻസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന PSU കമ്പനികളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 2029 ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 50,000 കോടിക്ക് മുകളിലെത്തും എന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്. 2024 ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് റെക്കോർഡ് ഹൈ ആയ 21,083 എത്തുകയും ചെയ്തു. ഡിഫൻസ് സെക്ടറിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് 2029 ഇന്ത്യൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇൻഡസ്ട്രി $11.8 ബില്യൺ വളർച്ച കൈവരിക്കുമെന്നാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് പ്രധാനമായും ഭാരത് ഡൈനാമിക്സ്, BEML, മിതാനി, മസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ കമ്പനികൾക്കായിരിക്കും ലഭിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, BEL, BEML, പാരസ് ഡിഫൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇനി ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 50 മുതൽ 100% റിട്ടേൺ നൽകുകയും ചെയ്തു. ആൻറ്റിക് എന്ന സ്റ്റോക്ക് ബ്രോക്കേജ് ഏജൻസി ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. BEL എന്ന സ്റ്റോക്കിന് മുമ്പ് 308 രൂപയുടെ ടാർഗറ്റ് ആയിരുന്നു നൽകിയത്. ഇപ്പോൾ ബൈ എന്ന റേറ്റിംഗും 339 രൂപയുടെ ടാർഗറ്റും നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ടാർഗറ്റ് 5462 നിന്നും 6145 ഉയർത്തിയിട്ടുണ്ട്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിൻ്റെ ടാർഗറ്റ് 5216 BEMLൻ്റെ ടാർഗറ്റ് 3458 ഉയർത്തിയിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഡിഫൻസ് സെക്ടറിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 1.5% ഉയർന്നു. മാർക്കറ്റ് അവസാനിക്കാറായപ്പോഴായിരുന്നു സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 3000 കോടിക്ക് മുകളിലുള്ള, അതായത് 3172 കോടി രൂപയുടെ ഒരു ഓർഡർ ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇന്ത്യൻ ആർമിയുടെ BMP ടാങ്കിന് ആവശ്യമായിട്ടുള്ള ഇൻഡജീനിയസ് ഫയർ കൺട്രോൾ സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് BEL, അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 3172 കോടി രൂപയുടെ ഫ്രഷ് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ BEL എന്ന കമ്പനിക്ക് 481 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഡോപ്ലർ വെതർ റഡാർ, ക്ലാസ് റൂം ജാമർ എന്നിവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഓർഡറാണ് BEL എന്ന കമ്പനിക്ക് മെയ് മാസത്തിൽ ലഭിച്ചത്. ഇതോടുകൂടി BELൻ്റെ ടോട്ടൽ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 4803 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ഇനി ഡിഫൻസ് സെക്ടറിലെ ചില സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 5280 എന്ന സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 5000 സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടും 5500 മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ടും പ്രതീക്ഷിക്കാം. ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ 5880, 6000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം.
BEL എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 320 റെസിസ്റ്റൻസ്. 320 മുകളിൽ ബ്രേക്കൗട്ട് വന്നാൽ 335 വരെ സ്റ്റോക്ക് നീങ്ങിയേക്കും. 300 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇതോടൊപ്പം തന്നെ മൊസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4280 ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 4500-നടുത്ത് ഇന്ന് സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വരും സമയങ്ങളിൽ 4000 സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.